നവംബർ 4 തൊട്ട് കേരളത്തിൽ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2002 SIR വോട്ടർ പട്ടിക ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല. അവർ കൊണ്ടുതരുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്തൊക്കെയാണ് അതിൽ എഴുതി പൂരിപ്പിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂരിപ്പിച്ച് കൊടുക്കുക. പക്ഷേ നിങ്ങൾ 1987 ശേഷം ജനിച്ചവരാണെങ്കിലും 2002 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരാണെങ്കിലും നിർബന്ധമായിട്ടും പൗരത്വം കൂടി തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ അംഗീകരിച്ച 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് മതി നിങ്ങൾക്ക് പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പൗരത്വമൊന്നും തെളിയിക്കാതെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ സാധിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് ഇനി പറഞ്ഞു തരാം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2002 SIR വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് ഇനി പ്രത്യേകിച്ച് പൗരത്വമൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കാതെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാം. ഇപ്പോൾ ഞാൻ 2002 ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് നൽകിയിട്ടുള്ളതെങ്കിൽ എൻ്റെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇങ്ങനെയുള്ള ആരെങ്കിലും 2002 SIR വോട്ടർ പട്ടിക ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ എനിക്കും പൗരത്വമൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വിവരങ്ങൾ എൻ്റെ എന്യൂമറേഷൻ ഫോമിൽ ചേർത്താൽ മാത്രം മതി. അപ്പോൾ അവരുടെ വിവരങ്ങൾ എൻ്റെ എന്യൂമറേഷൻ ഫോമിൽ ചേർക്കണമെങ്കിൽ 2002 SIR വോട്ടർ പട്ടികയിൽ അവർക്ക് പേരുണ്ടായിരുന്നോ എന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അതുപോലെ തന്നെ അത് തെളിവായിട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം നിങ്ങൾ വീഡിയോ കാണണം. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശിയൊക്കെ 2002 SIR വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിവരം വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഗവൺമെന്റിന്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് സന്ദർശിക്കേണ്ടത്, അതിലൂടെ എങ്ങനെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള എല്ലാ വിവരങ്ങളും ഇനി വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പലർക്കും ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കാണ് പറയുന്നത്. ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മോർ എന്ന ബട്ടൺ കാണാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ നീല നിറത്തിൽ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. വളരെ സാവധാനത്തിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം. നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയൊരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾ ചെറുതായിട്ട് ഇത് മുകളിലേക്ക് ഉയർത്തണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ജില്ല സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ തിരഞ്ഞെടുക്കുക എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ജില്ല ഏതാണ് അത് ആദ്യം തിരഞ്ഞെടുക്കുക. ഓക്കെ, എൻ്റെത് കണ്ണൂരാണ്. ഞാൻ കണ്ണൂർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അല്പസമയം കാത്തിരുന്നാലേ തൊട്ട് താഴത്തെ ഓപ്ഷൻ ഓൺ ആവുകയുള്ളൂ. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വെബ്സൈറ്റിലുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരാൻ അല്പം സമയമെടുക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണ്. ഇതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഇരിക്കൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, അഴീക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിൽ എൻ്റെ നിയമസഭാ മണ്ഡലം കണ്ണൂരിൽ നിന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 2002 ഏതൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് നടന്നിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ ലിസ്റ്റും ഇതിന് താഴെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം പോളിംഗ് സ്റ്റേഷൻ നെയിം. ഇതിൽ ഏത് സ്കൂളിലാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ വോട്ട് ചെയ്തതെന്ന് കണ്ടെത്തണം. ഓക്കെ, ഇതിൽ ഏത് പോളിംഗ് സ്റ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയാൽ മനസ്സിലാവും. സ്കൂളിന്റെ പേര് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. എന്റെ രക്ഷിതാക്കൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂൾ താഴത്തെരുവാണ്. അത് തന്നെ 3 ബൂത്തുകളുണ്ട്. 3 ബൂത്തിൽ ഏതാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ 3ഉം നോക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെത് ഏതാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവില്ല. നമുക്കിതുപോലെ ഇതിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ ആരൊക്കെ ഏതൊക്കെ സമയത്ത് വോട്ട് ചെയ്തു. ആ വോട്ടർ പട്ടിക കാണാനേ പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡൗൺലോഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും കേട്ടോ. എനിക്കിപ്പോൾ ഒരു വട്ടം ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നത്. ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം.
ഇനി ഡൗൺലോഡ് ചെയ്തെടുത്ത PDF ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും പേര് വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ പേര് കണ്ടെത്തണം. അത് കുറച്ച് പേജുകൾ ഉണ്ടാവും. അത് ഓരോ പേജും മറിച്ച് നോക്കിയിട്ട് ഇനീഷ്യലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പേര് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ എന്യൂമറേഷൻ ഫോമിലേക്ക് ചേർക്കേണ്ട വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി എന്യൂമറേഷൻ ഫോമിൽ വിവരങ്ങൾ മാത്രം ചേർത്താൽ പോരാ, അതിൻ്റെ തെളിവുകൾ കൂടി വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.